മച്ചാന്മാരെ നമസ്കാരം. അപ്പൊ നല്ലത് ചെയ്തു കഴിഞ്ഞാല് നല്ലതാണെന്ന് വിളിച്ചു പറയാനായിട്ട് നമുക്ക് കഴിയണം. അത് ആരായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള് നമ്മളത് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമല്ല, നമ്മുടെ UDF നമുക്ക് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രഖ്യാപനമാണ് ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും അത് നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ ബസ്സുകളിലും ഇല്ലെങ്കിൽ പോലും ചുരുക്കം ഓർഡിനറി ബസ്സുകളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് അപ്പൊ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും കിട്ടാൻ പോണത്. ഇപ്പൊ എന്റെ അമ്മയായി കഴിഞ്ഞാലും എന്റെ വൈഫായി കഴിഞ്ഞാലും എനിക്കിപ്പോ ഒരു പെൺകുട്ടിയാണ്, വളർന്നു വരുന്ന കുട്ടിക്കായി കഴിഞ്ഞാലും ഇതെല്ലാം ഒരു ഉപകാരം തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മെല്ലാവരും ചിന്തിക്കണം. ബാറ് പൂട്ടിക്കോന്ന, ബാറ് കത്തിക്കോന്ന, അല്ലാണ്ട് ബാറിന്റെ സമയം കുറക്കോന്ന, സ്കൂളിനടുത്ത് ബാർ ഉണ്ടാവൂലെന്ന, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടിന് ബാറാണ്, സ്കൂളിന് തൊട്ടടുത്ത് ബാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മ വെല്ലുവിളിക്കാനല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാറ് പൂട്ടിക്കാനൊന്നും ഇല്ലട്ടോ വന്നത്. നമ്മ കുറച്ച് ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമരം നടത്താൻ പോണ്, അതായത് ആണുങ്ങള് ബസ് തടയാൻ പോണ്. വേറെ പ്രൈവറ്റ് ബസ്സുകാര് ഫ്രീ ആയിട്ട് ആൺപിള്ളേർക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോണ്. എന്തായാലും ഫൈറ്റ് ചെയ്യണ നല്ല കാര്യങ്ങളാണ്. പക്ഷെ സർക്കാർ അധികാരത്തിൽ വരുമ്പോ കുറച്ച് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് നടപ്പാക്കുമ്പോ അത് നമ്മള് നല്ല മനസ്സോടുകൂടി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അവർ പറഞ്ഞത് മുഴുവൻ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബസ്സുകൾ, അതൊരു പ്രിയദർശിനി എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വരെ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ആ പോസ്റ്റൊക്കെ ഞാനിപ്പോ ഇവിടെ കാണിക്കാട്ടോ ലാസ്റ്റ്. എന്തായാലും കുറച്ച് പോസ്റ്റുകൾ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നുള്ളൂ. ജനങ്ങളായിട്ട് നമ്മ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക. ഈ കിട്ടുന്ന ആനുകൂല്യം എനിക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കും എന്റെ പെങ്ങന്മാർക്കും കൂടിയാണ്, അമ്മമാർക്കും കൂടിയാണ് കിട്ടുന്നതെന്നൊന്നും മനസ്സിലാക്കുക. അപ്പം നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് തുക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇതിനൊന്ന് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമയായിട്ട് വരവേൽക്കുക. ഓക്കെ, ബൈ.